الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഏറ്റവും ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയുകയാണ്. ഈ അവസരത്തിൽ റമളാൻ കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന നേട്ടങ്ങൾ നാം നേടിയിട്ടുണ്ടോ എന്ന് റമളാനിനോട് വിട പറയുന്നതിന് മുമ്പേ നാം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. റമളാൻ കൊണ്ട് നമുക്ക് മാനസികമായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചുവോ? അള്ളാഹുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും വർദ്ധിച്ചുകൊണ്ട് സ്വമനസ്സാലെ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പൂർണ്ണമായി നമ്മുടെ മനസ്സ് പ്രഖ്യാപിച്ചുവോ? തിന്മകളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി വിട്ടുനിൽക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹു എന്താണോ എന്നോട് ചെയ്യരുതെന്ന് കൽപ്പിച്ചത് അതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കാൻ തയ്യാറാണ്. അള്ളാഹു എന്താണോ ചെയ്യണമെന്ന് കൽപ്പിച്ചത് അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്വന്തം മനസ്സ് അംഗീകരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിലേക്ക് മാനസികമായി അടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ മനസ്സ് വിനയത്തോടു കൂടി കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഖുർആനിന്റെ ആയത്തുകളിലേക്ക് കൂടുതൽ ആയങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതൊക്കെയും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. റമളാനിനോട് വിട പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം നേടിയെടുത്തു, അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചു, അള്ളാഹുവിലേക്ക് മാനസികമായി കൂടുതൽ അടുത്തു. അങ്ങനെയാണ് ഞാനും നിങ്ങളും റമളാനിനെ യാത്രയാക്കുന്നതെങ്കിൽ റമളാൻ കൊണ്ട് സൗഭാഗ്യം നേടിയവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടും. അവരാണ് വിജയികൾ, അവർക്കാണ് നല്ല പര്യവസാനമുള്ളത് എന്ന് അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ നമ്മെ അറിയിച്ചു.
ഫതിൽക ഉഖുബദ്ദാർ, അവർക്കാണ് ഏറ്റവും നല്ല പര്യവസാനമുള്ളത്. ഖുർആൻ അള്ളാഹു പറഞ്ഞു, അല്ലദീന സ്വബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ക്ഷമ കൈക്കൊണ്ടവർ. ജീവിതത്തിൽ ഒരുപാട് ക്ഷമ ആവശ്യമാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ ആവശ്യമാണ്. ഭൗതിക ലോകത്തുള്ള പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ക്ഷമ ആവശ്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നേരിടാനും ക്ഷമ ആവശ്യമാണ്. അങ്ങനെ ക്ഷമ കൈക്കൊണ്ട ആളുകൾ അള്ളാഹുമായുള്ള ഹൃദയബന്ധം, നമസ്കാരം. സ്വലാത്ത് എന്ന വാക്ക് അസ്വിലത്തു ബൈനൽ അബ്ദി വർ റബ്ബ്, റബ്ബും നമ്മളും തമ്മിലുള്ള ഹൃദയബന്ധമാണ് നമസ്കാരം. അങ്ങനെ അസ്വലാത്ത്, നമസ്കാരം നിലനിർത്തിയ ആളുകൾ, നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ച ആളുകൾ, തിന്മകളെ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന, വ്യക്തികളിൽ നിന്ന് നേരിടേണ്ടി വന്ന, കുടുംബക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്ന തിന്മകളെ നന്മകൾ കൊണ്ട് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? അങ്ങനെ സാധിച്ച ആളുകൾ ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അവരാണ് യഥാർത്ഥത്തിൽ നല്ല പര്യവസാനമുള്ള സൗഭാഗ്യത്തിന്റെ ആളുകൾ. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ, അവര് സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, നന്മകൾ ചെയ്തിട്ടുള്ള അവരുടെ പിതാക്കളും, വഅസ്വാജിഹിം, അവരുടെ ഇണകളും, വസുരിയാതിഹിം, അവരുടെ സന്താനങ്ങളും, എല്ലാവരും ആ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. എല്ലാ കവാടങ്ങളിലൂടെയും അള്ളാഹുവിന്റെ മലക്കുകൾ പ്രവേശിക്കും ആ സ്വർഗ കവാടത്തിൽ. വിശ്വാസികളെ ആശീർവദിച്ചുകൊണ്ട് അനുഗ്രഹം, റമദാൻ കൊണ്ട് അനുഗ്രഹം നേടിയെടുത്ത ആളുകൾ, റമദാൻ കൊണ്ട് പാപമോചനം നേടിയെടുത്ത ആളുകൾ, റമദാൻ കൊണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടം മനസ്സിൽ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന് തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തിയാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ റബ്ബിലേക്ക് തിരിച്ചുപോയ ആളുകൾ, അവരെ എല്ലാ സ്വർഗ കവാടങ്ങളിൽ നിന്നും മലക്കുകൾ ആശീർവദിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. സലാമുൻ അലൈക്കും ബിമ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിനാൽ നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ ശാന്തി, സമാധാനം. അതെത്ര നല്ല പര്യവസാനമാണ് പ്രിയപ്പെട്ടവരെ. ആ നിലക്കുള്ള ഒരു പര്യവസാനത്തിലേക്ക് എത്തിപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടുവോ? വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയുമുണ്ട് സമയവും അവസരവും. ഒരുപാട് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് റബ്ബിനോട് പറയുക, റബ്ബേ നിന്റെ തൃപ്തിയാണ് എന്റെ ലക്ഷ്യം, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എനിക്ക് ജീവിതം നൽകിയത്, നീയാണ് എന്റെ ആയുസ് കണക്കാക്കിയത്. അതുകൊണ്ട് ഈ റമദാനിൽ നീ എനിക്ക് ജീവിതം തന്നു, ഇനി അടുത്ത റമദാനിലേക്ക് ഞാൻ ഉണ്ടാകുമോ, എനിക്ക് നീ ജീവിതം നൽകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് റബ്ബേ, ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും അബദ്ധങ്ങളും നീ പുറത്തു തരണേ. നിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് റബ്ബിന്റെ മുമ്പിൽ അവശേഷിക്കുന്ന ദിനങ്ങളിലെങ്കിലും സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാൻ നമ്മൾ തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം പരലോക വിജയമാകണം. അതാണ് മനുഷ്യൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ നേട്ടം. ഭൗതിക ലോകത്തുള്ള ലക്ഷങ്ങളും കോടികളും ഒക്കെ നമ്മുടെ ശ്വാസം നിലച്ചു പോയാൽ നമുക്ക് ഉപകാരപ്പെടാത്തതാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലുള്ളത് മുഴുവൻ ഇവിടെ വിട്ടെറിഞ്ഞ് പോകേണ്ടുന്നവരാണ് നമ്മൾ. മനുഷ്യരിൽ ചില ആളുകൾ അവരെന്ത് കർമ്മങ്ങൾ ചെയ്താലും അതിന്റെ ഒക്കെ ഫലം ദുനിയാവിൽ പെട്ടെന്ന് കിട്ടണമെന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ കൊടുക്കുമെന്നാണ്, ആഖിറത്തിൽ കൊടുക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഫമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞുതരാ. കുറെ മനുഷ്യന്മാരുണ്ട്, അവർ നന്മകൾ ചെയ്യുന്നതൊക്കെ ദുനിയാവ് കിട്ടാൻ വേണ്ടിയാ, അവരുടെ തേട്ടം മുഴുവൻ ദുനിയാവ് കിട്ടാൻ വേണ്ടിയാ. ഫമിനന്നാസ്, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മൻ യഖൂലു, അവർ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ, റബ്ബേ ആതിനാ ഫിദ്ദുനിയാ ഹസന, ഞങ്ങൾക്ക് ദുനിയാവ് തരണമേ. അവർ യാസീൻ ഓതുന്നത് ദുനിയാവ് കിട്ടാൻ വേണ്ടിയാ, അവർ നിസ്കരിക്കുന്നത് ദുനിയാവ് കിട്ടാൻ വേണ്ടിയാ, അവർ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നത്
നമസ്കരിക്കുന്നത് ദുനിയാവ് കിട്ടാൻ വേണ്ടി. ഇങ്ങനെ ദുനിയാവ് വല്ല പരീക്ഷണവും പ്രയാസവും നേരിട്ടാലോ ഈ പണിയൊക്കെ അവർ നിർത്തുകയും ചെയ്യും. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തില്. അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയുമില്ല അല്ല പറയാ. എന്നിട്ട് അല്ല പറയാണ്, ഇതൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, പരലോകം ആഗ്രഹിച്ചുകൊണ്ട്, ദുനിയാവിൽ അള്ളാഹു ഉന്നതമായ സ്ഥാനവും മഹത്വവും പദവിയും നൽകാൻ വേണ്ടി എന്ത് പരീക്ഷണങ്ങൾ എനിക്ക് തന്നാലും, എനിക്ക് സമ്പത്ത് ഞാൻ വിചാരിച്ച പോലെ രൂപത്തിൽ കിട്ടിയില്ല, ആരോഗ്യം ഞാൻ വിചാരിച്ച രൂപത്തിൽ കിട്ടിയില്ല, ഭൗതികമായ സുഖസൗകര്യങ്ങൾ എനിക്ക് പ്രതീക്ഷിച്ച രൂപത്തിൽ കിട്ടിയില്ല എങ്കിൽ ഒന്നും എനിക്കൊരു പരാതിയുമില്ല. കാരണം എനിക്ക് അനുഗ്രഹീതനായ, കാരുണ്യവാനായ, വിശാലമായ, വിട്ടുവീഴ്ചയുടെ ഉടമയായ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുമ്പോ അവിടെ അവന്റെ പൊരുത്തം നേടണം, അവന്റെ തൃപ്തി നേടണം, അവന്റെ ഇഷ്ടം നേടിക്കൊണ്ട് അവന്റെ കാരുണ്യത്തിന്റെ ലോകത്ത് എനിക്ക് പ്രവേശിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവരാണ് വിശ്വാസികൾ. ദുനിയാവിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവരെ ഒരു നിലക്കും തളർത്തുകയില്ല. മാനസികമായി അവർ തളരുകയേ ഇല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് പരീക്ഷണം ഉണ്ടാകുമ്പോഴും കൂടുതൽ കൂടുതൽ വിനയപ്പെട്ട്, റബ്ബേ എന്റെ പരീക്ഷണങ്ങളെ നീക്കി തരണമേ, എനിക്ക് നീ സ്ഥാനവും പദവിയും വർദ്ധിപ്പിച്ചു നൽകണമേ, നീ എനിക്ക് നൽകിയ പരീക്ഷണങ്ങൾ മുഖേന നിന്നെ അതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് കൂടുതൽ ഉന്നതമായ സ്ഥാനവും പദവിയും നാളെ പരലോകത്ത് നേടിയെടുക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഭൗതിക ലോകത്തുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒന്നും അവരെ മാനസികമായി തളർത്തില്ല. അവരുടെ പ്രാർത്ഥന അല്ല പറയാ, അത്തരത്തിലുള്ള വിശ്വാസികൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, റബ്ബേ നീ എനിക്ക് ദുനിയാവിൽ നൽകണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തും നന്മ നൽകണമേ, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, നരകശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ. ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവർ അധ്വാനിച്ച് സമ്പാദിച്ചതിന്റെ എല്ലാ വിഹിതവും അവർക്കുണ്ട്. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ പെട്ടെന്ന് വിചാരണ നടത്തുന്നവനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വം മനസ്സിലാക്കുക. അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ലഭിക്കുന്ന മനസ്സമാധാനവും ശാന്തിയും ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നേടിയെടുക്കാൻ സാധിക്കുന്ന വിജയവും സമാധാനത്തോടു കൂടിയുള്ള ജീവിതവും നമ്മൾ തിരിച്ചറിയുക. ഭൗതിക ലോകത്ത് ഇന്ന് ഈ സമൂഹം ഏതൊരു അന്ധകാരത്തിലാണ് അകപ്പെട്ടത്, എത്രത്തോളം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള അന്ധകാരത്തിൽ സമൂഹം അകപ്പെട്ടിരിക്കുന്നു, അരാജകത്വത്തിൽ സമൂഹം അകപ്പെട്ടിരിക്കുന്നു, ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാനാവാത്തൊരവസ്ഥയിൽ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തെ കൈയൊഴിച്ചത് കൊണ്ട്. അള്ളാഹു കാണിച്ചു തന്ന വഴി, ആ വഴിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാത്തത് കൊണ്ട്. അത് തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകൾ, അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞില്ലേ, അവർ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്. സമൂഹം ഇത്രത്തോളം അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിയിട്ടും റബ്ബിന്റെ മാർഗദർശനത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകൾ, അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, അവരുടെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചത്. അപ്പൊ റബ്ബ് നമുക്ക് കാണിച്ചു തന്ന ആ സിറാത്തുൽ മുസ്തഖീമിന്റെ മഹത്വം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക. ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ അള്ളാഹുവിനോട് ഏറ്റുപറയുക. നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ എന്നിലേക്ക് അടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതിലേറെ നിങ്ങളിലേക്ക് അടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമുക്ക് ഏറ്റവും കൂടുതൽ പാപമോചനവും ഉന്നതമായ സ്ഥാനവും പദവിയും വാഗ്ദാനം ചെയ്തിട്ടുള്ള മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അതിനോടാണ് നാം വിട പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക.
നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സുൻ, നിങ്ങൾ ഓരോരുത്തരും നോക്കുക മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്ന് നിങ്ങൾ ഓരോരുത്തരും നോക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. ആ ഒരു വിശ്വാസം എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നുവോ അത് മുതൽ ദീർഘമായ പ്രസംഗങ്ങളുടെ ഒന്നും ആവശ്യം നമ്മുടെ മുമ്പിലില്ല. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണം. നിങ്ങൾ എന്ത് ചെയ്തു വെച്ച് പരലോകത്തിന് വേണ്ടി എന്ന് ചിന്തിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ വിസ്മരിച്ചവരെ പോലെ ആയിത്തീരരുത് എന്നൊക്കെ അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. നോക്കൂ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നു. ആ സഹാബി പറഞ്ഞു, റസൂലെ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആവശ്യമായ ഒരു കർമ്മം പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു കൊടുത്തു, ഒരു വാചകം, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരണുത്തൂക്കം നന്മ ചെയ്താൽ അവൻ അത് കാണും, ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അവൻ അതും കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുത്തപ്പോ ആ സഹാബി തിരിച്ചു പോവുക. ആ സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു പോവുക. മിസ്ഖാല ദർറ, മിസ്ഖാല ദർറ, മിസ്ഖാല ദർറ, ഒരണുത്തൂക്കം, ഒരണുത്തൂക്കം, ഒരണുത്തൂക്കം എന്നിങ്ങനെ പറഞ്ഞ ആ സഹാബി തിരിച്ചു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ദഖലൽ ഈമാനു ഫീ ഖൽബിൽ അഅറാബി. ആ ഗ്രാമീണ അറബിയുടെ മനസ്സിൽ ഈമാൻ പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് സുദൃഢമായ വിശ്വാസമുള്ള ആളാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സുദൃഢമായ വിശ്വാസത്തോടൊപ്പം ഒരണുത്തൂക്കം നന്മ ചെയ്താൽ അതും കാണും, ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അതും പരലോകത്ത് കാണും എന്ന് പറഞ്ഞപ്പോ അത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പ്രവേശിച്ചു. ഇതുപോലെ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു അള്ളാഹു. ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രസംഗത്തിന്റെ ആവശ്യമില്ല, ദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ആ ഒരു ഈമാൻ നേടിയെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. എങ്ങനെ സാധിക്കും എന്ന് വെച്ചാൽ ഖുർആനിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ മുഅ്ജിസത്ത് കാണിക്കുന്ന ഒരു പ്രവാചകനൊന്നും നമ്മുടെ മുമ്പിലില്ല. ഇന്നത്തെ കാലത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള സുദൃഢമായ വിശ്വാസം ലഭിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ബോധ്യം വരാൻ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് വർദ്ധിക്കാൻ ഒരേ ഒരു മാർഗം അള്ളാഹുവിന്റെ ഖുർആനുമായി അടുക്കുക എന്നത് മാത്രമാണ്. റമദാൻ ഖുർആനിന്റെ മാസമാണ്. ആ റമദാനിനോട് വിട പറഞ്ഞാലും ഖുർആനുമായുള്ള ബന്ധം വിട്ടുപോവാതെ ഖുർആൻ പാരായണവും പഠനവും ഒക്കെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഖുർആനിന്റെ ഓരോ ആയത്തുകളുടെ ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളുടെയും പ്രയോഗങ്ങളും ഒക്കെ നമ്മൾ സൂക്ഷ്മമായി ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. അള്ളാഹു അലീമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അള്ളാഹു ഖബീറാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അള്ളാഹു അവന്റെ ഗ്രന്ഥത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഗ്രന്ഥം, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. അൻസൽനാഹു ഇലൈക, റസൂലേ താങ്കളിലേക്ക് നാം അതിനെ ഇറക്കിയിരിക്കുന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ചിന്തിക്കുള്ളൂ. ഈ സമൂഹത്തിന്റെ ദുരവസ്ഥയെ കുറിച്ച്, അരാജകത്വത്തെ കുറിച്ച്, ഈ സമൂഹം എത്തിപ്പെട്ടിട്ടുള്ള അന്ധകാരത്തെ കുറിച്ച്, അതിന്റെ കാരണങ്ങളെ കുറിച്ച് ഒക്കെ ഇന്നമായ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അവർക്ക് മാത്രമേ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളാൻ സാധിക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, റമദാനിലെ കർമ്മങ്ങൾ ഇനിയും നമ്മൾ വർദ്ധിപ്പിക്കുക. എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ധാരാളമായി തേടിക്കൊണ്ടിരിക്കുക. അവശേഷിക്കുന്ന ദിനങ്ങളിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.
വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. റമളാൻ അവസാനിക്കുമ്പോൾ നമ്മളുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ചില കർമ്മങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിരിക്കുന്നു സക്കാത്തുൽ ഫിത്രി, ഫിത്ർ സക്കാത്ത്, തുഹറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി, നോമ്പുകാരനിൽ സംഭവിച്ചു പോയ വീഴ്ചകളിലും അബദ്ധങ്ങളിലും അവന് വിശുദ്ധിയായിക്കൊണ്ട്, തുഅമത്തല്ലിൽ മസാക്കീൻ, സാധുക്കൾക്ക് ഭക്ഷണമായിക്കൊണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-അഅ്ലയിൽ ഖദ് അഫ്ലഹ മൻ തസക്ക, വിശുദ്ധി കൈവരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. വദക്കറ ഇസ്മ റബ്ബിഹി, റബ്ബിന്റെ നാമത്തെ ഓർക്കുകയും ഫസല്ല, നമസ്കരിക്കുകയും ചെയ്തവൻ എന്ന് പറഞ്ഞത് ഫിത്ർ സക്കാത്തിനെ കുറിച്ചും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തക്ബീർ ചെല്ലുന്നതിനെ കുറിച്ചും പെരുന്നാൾ നമസ്കാരത്തെ കുറിച്ചുമാകുന്നു, അതും കൂടി ഉൾപ്പെടുന്നതാകുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് അത് എങ്ങനെ ശേഖരിക്കണം, എങ്ങനെ വിതരണം ചെയ്യണം, എത്ര അളവ് ശേഖരിക്കണം എന്നൊക്കെ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളവിടെ ഖുർആൻ പറഞ്ഞു ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരിൽ നിന്ന് നീ ധർമ്മം സ്വീകരിക്കുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുഖദു മിൻ അഗ്നിയാഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, അവരുടെ ധനികരിൽ നിന്ന് സ്വീകരിച്ച് ദരിദ്രരിലേക്ക് വിട്ടുകൊടുക്കുക. അത് പൊതുവെ സക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫിത്ർ സക്കാത്തും അത് ധനികരുടെ സക്കാത്ത് അല്ല, എല്ലാവരുടെയും സക്കാത്താണ്. പെരുന്നാൾ ദിവസത്തിന്റെ അന്നേക്ക് ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കി കൈവശം വല്ലതുമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. സമ്പന്നർക്ക് മാത്രമുള്ളതല്ല. അത് ആ പെരുന്നാളിന് മുമ്പേ ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. ആരുടെ മേലാണോ ചെലവ് കൊടുക്കൽ ബാധ്യതയായിട്ടുള്ളത് അവരാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സാ ആണ് ഒരാൾക്ക് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് ഈ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, ഫിത്ർ സക്കാത്ത് വാങ്ങി തിന്നുക എന്നുള്ളത് അതിനെന്തോ ഒരു ബർക്കത്ത്, ആ അരി എന്തോ ഒരു ബർക്കത്തുള്ള അരിയാണെന്നൊക്കെ. അങ്ങനെ ഒരു വിശ്വാസമൊന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അൽ യദുൽ ഉലിയ ഖൈറും മിനൽ യദി സുഫ്ല, മേലെയുള്ള കൈയാണ് താഴെയുള്ള കൈയേക്കാൾ ഉത്തമം എന്ന അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് മദീനയിൽ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ ആളില്ലായിട്ട് അത് യമനിലേക്ക് കയറ്റി അയച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മദീനയുള്ള ആൾക്കാരൊക്കെ സമ്പന്നന്മാരായതുകൊണ്ടല്ല, എല്ലാവരും വലിയ പണക്കാരായതുകൊണ്ടല്ല, അവർക്ക് പെരുന്നാൾ ദിവസത്തേക്കുള്ള ചെലവിനുള്ളത് അവർക്ക് അടുക്കലുണ്ട്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് വേണ്ട, സ്വീകരിക്കുന്നില്ല. അങ്ങനെ അവർ സ്വീകരിക്കാതായപ്പോ അത് യമനിലേക്ക് കയറ്റി അയച്ചു. അപ്പൊ നമ്മള് പിന്നെ ഈ ദരിദ്രന്മാരെ പരിഗണിക്കണം, നാട്ടിൽ ദരിദ്രന്മാർക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അതിനേക്കാൾ അർഹതപ്പെട്ട കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും ആ അരി വാങ്ങി തിന്നതിൽ പ്രത്യേക ഒരു ബർക്കത്തുണ്ട് നമുക്ക് തോന്നേണ്ടതില്ല. അതുപോലെ തന്നെ സക്കാത്ത് റമദാനുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും നമ്മൾ പലരും സക്കാത്ത് കണക്ക് നോക്കുന്നത് കൊടുക്കുന്നതൊക്കെ പിന്നെ റമദാനിലാണ്. അതും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ കൊടുക്കുന്നവന് ഞാനൊരു കൊടുക്കുന്നവനാണെന്ന ബോധവും, വാങ്ങുന്ന ആൾക്ക് ഈ മുതലാളി കാണുമ്പോൾ ഒന്ന് തലചൊറിഞ്ഞ് ഒരു ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇല്ലാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് റസൂലും സഹാബത്തും ഒക്കെ സക്കാത്ത് സ്വീകരിക്കുകയും അത് ബൈത്തുൽ മാലിൽ ശേഖരിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയുന്നത് കേട്ടാ തോന്നും കേരളത്തിലേതോ പണ്ഡിതന്മാരെ തലയിൽ ഈ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊറ്റ കൊടുക്കുന്നേക്കാൾ നല്ലത് എല്ലാരും കൂടി ഒന്നിച്ച് കൊടുക്കല്ലേ, അതുകൊണ്ട് എല്ലാരും കൂടി ഒന്നിച്ച് ശേഖരിച്ചും കൊടുക്കലാണ് നല്ലത് എന്ന് നമ്മളാരോ പറഞ്ഞുണ്ടാക്കിയാന്നാ തോന്നുക. അള്ളാന്റെ ഖുർആനില്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസില്, റസൂലിന്റെയും സഹാബത്തിന്റെയും മാതൃകയിലൊക്കെ വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരിൽ നിന്ന് നീ താങ്കൾ സക്കാത്ത് നിർബന്ധ സക്കാത്ത് സ്വീകരിക്കണം. അത് സമ്പന്നരിൽ നിന്ന്
സ്വീകരിച്ച് ധനികരിലേക്ക് വിട്ടുകൊടുക്കണം. എന്നിട്ട് അതിന്റെ അവകാശികൾ ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു തന്നു. മാത്രമല്ല, ഈ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങള് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചക തിരുമേനിക്ക് ഒരൊട്ടകത്തിന്റെ കയറ് സക്കാത്തായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതെനിക്ക് തടഞ്ഞാൽ പോലും ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു പറഞ്ഞു. ഒരു ഖലീഫക്ക് നിങ്ങൾ കൊടുക്കേണ്ടുന്ന സക്കാത്തിൽ ഒരൊട്ടകത്തിന്റെ കയറ് അതെനിക്ക് സക്കാത്തായി തടഞ്ഞാൽ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് അങ്ങനെ പറയണമെങ്കിൽ അത് നാട്ടിലുള്ള എല്ലാവരുടെയും സാമ്പത്തിക അവസ്ഥ അതൊക്കെ കൃത്യമായിട്ട് ഓരോ പ്രദേശത്തേക്കും ഓരോ ഗവർണർമാരുണ്ടാകും. ആ നാട്ടിലെ ജോലിയില്ലാത്തവരെയും ജോലിയുള്ളവരെയും നാട്ടിലെ ആളുകളുടെയൊക്കെ കൃത്യമായൊരു വിവരമെടുക്കലുണ്ടാവും. അത്രക്ക് ഭദ്രമായ ഒരു സമൂഹമായിരുന്നു ഇസ്ലാമിക സമൂഹം. പിന്നെ ഇപ്പൊ നമ്മളിങ്ങനെ കുറെ കാലം നൂറ്റാണ്ടുകൾ ഇങ്ങനെ പിന്നിട്ടപ്പോ നമ്മുടെ നാട്ടിലൊക്കെ റമദാൻ 27 ചില മുതലാളിമാർ ഇങ്ങനെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ പൈസ ചില്ലറാക്കി വെച്ച് ഇങ്ങനെ എറിഞ്ഞു വരുന്ന ആളുകൾക്ക് ഇങ്ങനെ ചക്കാത്തായിട്ട് എറിഞ്ഞു കൊടുക്കുന്ന ഒരു രീതി വന്നപ്പോ നമ്മൾ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ട് അതെല്ലാവരോടും ഒന്ന് റമദാനിൽ കളക്ട് ചെയ്ത് ഒരു കവറിലിട്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നതല്ലാതെ ഇസ്ലാമിന്റെ യഥാർത്ഥ സമൂഹത്തെ ഭദ്രമായി ഉയർത്തിക്കൊണ്ടുവരുന്ന രൂപത്തിലുള്ള സക്കാത്തിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് റസൂലിന്റെയും സഹാബത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഇപ്പൊ സക്കാത്ത് എല്ലാവരും ബൈത്തുൽ മാലിലേക്ക്, ഇപ്പൊ ബൈത്തുൽ മാൽ ഇസ്ലാമിക ഭരണകൂടം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ബൈത്തുൽ മാലിന് പകരം നമ്മൾ മഹലിൽ സക്കാത്ത് സെല്ല് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ സക്കാത്ത് സെല്ലിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ കുടുംബത്തിലും മറ്റുമൊക്കെ അർഹരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ സക്കാത്തിൽ ശേഖരിക്കുകയും വിതരണം ചെയ്യുന്ന ആളുകളോട് സക്കാത്ത് സെല്ലിൽപ്പെട്ട ആളുകളോട് നമുക്ക് പറയാൻ ഇന്നൊരാള് ഏറ്റവും അർഹനാണ് എന്ന് നിർദ്ദേശിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റേത് ഞാനൊരു കൊടുക്കുന്നവനാണെന്നുള്ള ബോധവും മറ്റവനൊരു വാങ്ങുന്നവനാണെന്നുള്ള ഒരു ബോധവും അങ്ങനെ നമ്മളെ കാണുമ്പോൾ ഒരു തലചൊറിയുന്ന ഒരു അവസ്ഥയാണ്. അതൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഭദ്രമായ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും നമ്മൾ കഴിവിന്റെ പരമാവധി അതിനൊക്കെ കീഴൊതുങ്ങിക്കൊണ്ട് ആ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അതാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുവസ്ത്രം ധരിച്ച് പെരുന്നാൾ ഈദുൽ ഫിത്തറിന് പിന്നെ നോമ്പിന്റെ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ എന്നത് നമ്മൾ ചെറുതാന്ന് ആർക്കും തോന്നിയിട്ടില്ല. രണ്ട് പെരുന്നാളും വലുത് തന്നെയാണ്. ഒന്ന് ബലി പെരുന്നാളാണ്, അറവുള്ള പെരുന്നാൾ കൊണ്ട് ബലി പെരുന്നാൾ എന്ന് പറഞ്ഞു. പിന്നെ ആളുകൾ അത് വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞു. അത് വലിയതായപ്പോൾ ഇത് ചെറുതായതാണ്. അല്ലാതെ പെരുന്നാളിന് രണ്ടിനും ഒരു വലിപ്പത്തിലൊരു കുറവുമില്ല. ഒന്ന് ഈദുൽ ഫിത്തറാണ്, ഒന്ന് ഈദുൽ അദ്ഹയാണ്. നോമ്പിനെ അവസാനിപ്പിക്കുന്ന പെരുന്നാൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോമ്പ് പെരുന്നാളിന് പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്, വിശപ്പ് മാറ്റിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസല്ലയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ സുബൈക്ക് എഴുന്നേൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായും സാധിക്കും. നമ്മളെ ഈദ് മുസല്ലയിലാണ്, ഈദ്ഗാഹിലാണ് നമ്മുടെ നമസ്കാരം. ഏരക്കായിരിക്കും. ഏത് ദിവസമാണെങ്കിലും ഏരക്കാണ് സമയം. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് സുന്നത്ത്. അപ്പൊ പുതുവസ്ത്രം ധരിച്ച് ഉള്ളത് വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ച് കൂട്ടമായി തക്ബീർ ചൊല്ലിക്കൊണ്ട് മുസല്ലയിലേക്ക് വരികയും തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോകാനുമാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. അതൊരു പക്ഷെ പരമാവധി ആളുകളുമായി ബന്ധം പുലർത്താനും സ്നേഹബന്ധം പുലർത്താനും ഒക്കെ ആയിരിക്കാം. അള്ളാഹു അഅലം. ഏതായിരുന്നാലും ഒരു വഴിയിലൂടെ തിരിച്ചു പോവുകയും മറ്റൊരു വഴി വരികയും മറ്റൊരു വഴിയിലേക്ക് കൂടെ തിരിച്ചു പോവുകയും ചെയ്യണമെന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉമ്മ അത്തിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു, അൻ നുഖ്രിജൽ ഹുയ്യില, ഋതുമതികളായ സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി, വല്ല അവാത്തിക്ക സവാത്തിൽ ഹുദൂർ, ടെന്റുകളിൽ കഴിഞ്ഞുകൂടുന്ന യുവതികളെയും ഋതുമതികളായ സ്ത്രീകളെയും ഒക്കെ ആ മുസല്ലയിൽ പങ്കെടുക്കുക. പള്ളിയിൽ അവർക്ക് പങ്കെടുക്കാൻ പ്രയാസമായിരിക്കുമല്ലോ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഴക്കാലത്ത് മാത്രമാണ് പള്ളിയിൽ നിസ്കരിച്ച്, ബാക്കിയൊക്കെ മുസല്ലയിലാണ് നിസ്കരിച്ച്. എന്നിട്ട് അവരെ തെക്കുബീരിഹിം, വിശ്വാസികളുടെ തെക്കുബീറിലൊക്കെ അവരും പങ്കെടുക്കണം. ആ ഋതുമതിയായ സ്ത്രീകളൊക്കെ പങ്കെടുക്കണം. ആ വിശ്വാസികളുടെ പ്രാർത്ഥനയിലും അവര് പങ്കെടുക്കണം. യർജൂന ബർക്കത്ത് ദാലിക്കൽ യൗമി വതുഹറത്തി, ആ ദിവസത്തിന്റെ ബർക്കത്തും വിശുദ്ധിയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെയും അതിൽ പങ്കെടുപ്പിക്കണം. അപ്പൊ അപാലവൃതം ജനങ്ങള് എല്ലാവരും, സ്ത്രീയും പുരുഷനും ഒക്കെ മുസല്ലയിലേക്ക് വരികയും ആ തക്ബീറിലും പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുക്കുകയും എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കാളികളാവുകയും ചെയ്യും. ഇതൊക്കെ ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അത് ആരെങ്കിലും ഏതെങ്കിലും മൗലവിമാർ പറഞ്ഞതല്ല. നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ ഇല്ലാതെയായി പോയി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പൊ നൂറ്റാണ്ടുകൾ ഇങ്ങനെ പിന്നിട്ടപ്പം ഇല്ലാതെയായി പോയതാണ് ഇതൊക്കെ. വളരെ കൃത്യമായി ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കെടുക്കുകയും ആ ദിവസത്തിന്റെ ബർക്കത്തിൽ പങ്കെടുക്കുകയും പങ്കാളികളാവുകയും ചെയ്യണം എന്നത്. ഏതായിരുന്നാലും അല്ലാഹു ദീനിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി പരമാവധി ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തന്ന റബ്ബേ,
മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം നൽകണം റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളും ഞങ്ങൾക്ക് കൺകുളിർമയും സമാധാനവും പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തീർക്കണം റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്വാലിഹായ സന്താനങ്ങളാക്കി തീർക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നരകയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ പറഞ്ഞറിയിക്കാനാവാത്ത രൂപത്തിലുള്ള യാതനകളാണ് ഫലസ്തീനിലെ ജനതയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാഥ. അവർക്ക് നീ ആശ്വാസം ചൊരിയണ റഹ്മാനെ. അവരിൽ നീ ശാന്തി ചൊരിയണ റഹ്മാനെ. അവർക്ക് നീ വിജയം നൽകണ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണ റഹ്മാനെ. കഴിഞ്ഞ ദിവസങ്ങളിലെ നോമ്പ്, നമസ്കാരം, നോമ്പ് തുറപ്പിക്കലുകൾ, ദാനധർമ്മങ്ങൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണ റഹ്മാനെ. പടച്ചവനെ, നാളെ പരലോകത്ത് റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അത്തരത്തിലുള്ള വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾക്ക് ഇബാദത്തുകൾ നിർവഹിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഇത്തരത്തിലൊരു പള്ളി നിർമ്മിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവർക്കും നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണ റഹ്മാനെ. അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.